صل على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الذين صدقوا وليعلمن الكاذبين. صدق الله العلي العظيم. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عني. وكن أمان وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. وكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. عليك يا عروة الوثقى ويا سند الأوفى ومن مدحه روحي وريحاني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. अखबार की तरख बनता है मासूम के अरमानों का लहू. अखबार की तरख बनता है मासूम के अरमानों का लहू. अब रंग की कीमत से कम है मजलूम मुसलमानों का लहू. वो जहल के हाथों में पकता है कौनों के सल्फानों का लहू. വേദിയിലും സദസ്സിലുമുള്ള മഹാപണ്ഡിതന്മാരെ, ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട സി മുഹമ്മദ് കുട്ടി ഫൈളി ഉസ്താദ് അവറുകളെ, SKSSFന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഷമീർ ഫൈസി, മറ്റു ഉസ്താദുമാരെ, അല്ലാഹു തആല വളരെ സന്തോഷത്തോടെ നാം ഇവിടെ വന്നതും ഈ സംസാരം കേൾക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ നാട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന, വളരെ ജാഗ്രതയോടെ നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ട ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നിങ്ങളുടെ ഈ പ്രദേശത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഈ വേദിയിലെത്തിയത് വളരെ പ്രസക്തമായി തന്നെയാണ് ഞാൻ, നമ്മുടെ സംഘാടകരുമൊക്കെ കാണുന്നത്. വളരെ ശ്രദ്ധേയമായി നിങ്ങളിൽ ഒരാളായി മാറിയ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ നമ്മുടെ വേദിയിലെത്തിയതും ഇവിടെ ആശംസിക്കുവാൻ അല്പസമയം വിനിയോഗിക്കുന്നതും നമ്മുടെ ഒരു സന്തോഷമായി തന്നെ നമ്മൾ കാണുകയും അദ്ദേഹത്തിന് അവസരം നൽകുകയും ചെയ്യുകയാണ്.
ദാറുൽഹുദായിൽ ഞാൻ പഠിക്കുന്ന കൊച്ചു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഒക്കെ ജില്ലാ നേതാവായിരിക്കുന്ന സമയത്തൊക്കെ വളരെ രസകരമായ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ മുസ്ലിം സമൂഹത്തിന്റെ മുഴുവൻ അവകാശങ്ങൾക്ക് വേണ്ടിയും പതിറ്റാണ്ടുകളോളം ശബ്ദമുയർത്തിയ മർഹൂം GM ബനാത്വാല സാഹിബ് നമ്മുടെ നാടുകളിലൊക്കെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അനർഗളം നിർഗളിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലെ മനോഹരമായ പ്രഭാഷണങ്ങൾ ഒരു തടസ്സവുമില്ലാതെ പ്രിയപ്പെട്ട ശംസുദ്ദീൻ സാഹിബ് പരിഭാഷപ്പെടുത്തിയിരുന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ നമ്മുടെ സംഘാടകർക്കൊക്കെ വേണ്ടി സാന്ദർഭികമായി ഞാൻ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ഒരു മുജാബ് ദുആ കൂടെയാണ് അദ്ദേഹം എന്ന് സാന്ദർഭികമായിട്ട് പറയുന്നത്. കഴിഞ്ഞ 27-ാം തീയതി ഞാൻ ഉംറ കഴിഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സംസം ഈ നമ്മുടെ ലഗേജിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ തിരിയുന്നത് കണ്ടിരുന്നു. അപ്പോ അദ്ദേഹം ഉംറക്ക് പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുകയും പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ആലുവയിൽ ചെന്നപ്പോ കുറച്ച് ചെറുപ്പക്കാരനോടൊന്ന് പറഞ്ഞു എയർപോർട്ടിൽ നിന്ന് ഇന്ന ആളെ കണ്ടിരുന്നു എന്നും പറഞ്ഞു. അപ്പൊ ആ ഒരു സന്തോഷം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തി അദ്ദേഹത്തെ. ഇനി വേറെ അധ്യക്ഷനെ സംസാരിക്കുന്നില്ലല്ലോ, ഇല്ല. അപ്പൊ അദ്ദേഹത്തെ ഞാൻ തന്നെ ഇവിടെ ആശംസിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. മഹത്തായ ഈ പ്രഭാഷണ വേദിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ അവരുടെ വേദിയിലുള്ള മുഹമ്മദ് കുട്ടി ഫൈസി, അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ട ഹബീബ് ഫൈസി, അബ്ദു ഹാജി, ബഷീർ സംസം, എൻ അബു ഹാജി, MK ബക്കർ, ഹാഫിൽ കെ മുഹമ്മദ് അനീസ് തുടങ്ങി അഷ്റഫ് ഹാജി, VT അബ്ദുൽ ഖാദർ സാഹിബ്, ഉബൈദ് ആക്കാടൻ, T മുഹമ്മദ് റഫീഖ്, ബാപ്പുട്ടി ഹാജി, അലി ഹാജി, തോരക്കാട്ടിൽ കുഞ്ഞിട്ടി സാഹിബ്, റഷീദ് ആലായൻ, മുഹമ്മദ് ഉണ്ണി പടുവിൽ, തച്ചമ്പറ്റ ഹംസ സാഹിബ്, യൂസഫ് പാക്കത്ത്, സിദ്ദീഖ് കൊടപ്പന, അബ്ദുൽ ലത്തീഫ് അൻവരി തുടങ്ങി നാസർ വേദിയിൽ സംബന്ധിച്ചിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ ഇൽമിന്റെ മജ്‌ലിസിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സന്ദർഭത്തിൽ ഞാനിവിടെ ഒരു പ്രസംഗത്തിന് ശ്രമിക്കുന്നില്ല. SKSSFന്റെ ആഭിമുഖ്യത്തിലുള്ള വിഷയാധിഷ്ഠിതമായ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ അതിനിടയിൽ ഒരു ചെറിയ തടസ്സം സൃഷ്ടിക്കും പോലെയായി പ്രസംഗം തുടങ്ങിയ ഉടനെ അതിനൊരു വിഘാതമുണ്ടാക്കി വീണ്ടും ഒരു ചെറിയ പ്രസംഗം എന്ന രീതിയിൽ വരികയാണ്. ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും സവിശേഷമായ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നല്ല മതേതരവാദികളാണ്. അതോടൊപ്പം തന്നെ ദീനിന്റെ നല്ല ചൈതന്യം ഈ മണ്ണിൽ നിലനിർത്താൻ സാധിച്ചവരാണ്. നല്ല ദീൻ കൊണ്ടു നടക്കുമ്പോൾ തന്നെ നല്ല സാമൂഹ്യ പുരോഗതി ആർജിച്ചവരാണ്. ഇതൊക്കെ ലോകത്ത് തന്നെ ഇങ്ങനെ സവിശേഷ സാഹചര്യമുള്ള ഒരു സമൂഹം വേറെയില്ല. അതിന് പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി ഈ മലയാളക്കരയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ദീനുണ്ട്, നല്ല വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പുരോഗതിയുണ്ട്, നല്ല ബോധമുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് നല്ല സാമൂഹ്യ അവബോധമുള്ള ഒരു സമൂഹമാണ്. അതോടൊപ്പം ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്.
വേലികെട്ടി വേർതിരിച്ച് മറ്റ് സമൂഹങ്ങളോടുമായി യാതൊരു ബന്ധവുമില്ലാതെ സൗഹൃദമില്ലാതെ ജീവിക്കുന്ന സമുദായങ്ങൾ ഒരുപാടുണ്ട് പലയിടത്തും. പക്ഷെ അതല്ല, ഏറ്റവും നല്ല ആശയവിനിമയം നടത്തുന്ന നല്ല സൗഹൃദമുള്ള ഒരു ബഹുസ്വര സമൂഹത്തിലെ വ്യക്തിത്വം നിലനിർത്തുന്ന അംഗങ്ങളായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മാറ്റിയെടുത്തത് ഈ പണ്ഡിതന്മാരാണ്. ഇതിനു മുമ്പേ കടന്നുപോയ പണ്ഡിതന്മാരാണ്. ഈ പണ്ഡിത സഭയാണ്, ഈ പണ്ഡിത സംഘടനയാണ്. അവർക്കൊപ്പം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് ഈ വലിയ മാറ്റം, നല്ല ദീനും നല്ല സാമൂഹ്യ പുരോഗതിയും നമുക്ക് ആർജിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് മലയാളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ നിലനിൽക്കേണ്ടതുണ്ട്. അപ്പൊ അത് നിലനിൽക്കണമെങ്കിൽ അതാത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങളുമായി ഇസ്ലാമികമായ വിഷയങ്ങളെ കൃത്യമായി പറഞ്ഞു തരാൻ, പഠിപ്പിച്ചു തരാനുള്ള പണ്ഡിതന്മാർ നമുക്കുണ്ടാവണം. അള്ളാഹു അക്കാര്യത്തിൽ അനുഗ്രഹം ചെയ്ത ഒരു സമൂഹം കൂടിയാണ് നമ്മൾ. ഇവിടെ ഇപ്പോ ഹുദവിയുടെ പ്രസംഗം നടക്കുകയാണ്. ചെറുപ്പക്കാരായ ധാരാളം നല്ല കാഴ്ചപ്പാടുള്ള, നല്ല വിദ്യാസമ്പന്നരായ, മതകാര്യത്തിലുള്ള പരിജ്ഞാനം പോലെ തന്നെ ഭൗതിക കാര്യത്തിലും നല്ല ബോധമുള്ള യുവ പണ്ഡിതന്മാരുണ്ട് എന്നുള്ളത് സമസ്തയുടെയും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുമുള്ള ഒരു പുണ്യവും ഭാഗ്യവുമായി മാറിയിരിക്കുകയാണ്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. പ്രവാചകന്മാർക്ക് അനന്തരാവകാശം, പ്രവാചകന്മാർക്ക് അനന്തരം കടന്നു വരേണ്ടത് പണ്ഡിതന്മാരാണ്. അപ്പൊ ആ കാര്യത്തിൽ മലയാളക്കരയിലെ മുസ്ലിം സമൂഹം ഭാഗ്യം സിദ്ധിച്ചവരാണ്. കേരളത്തിൽ ശ്രദ്ധേയമായ ഇസ്ലാമികമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പണ്ഡിതനെ തന്നെയാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ചർച്ച നടക്കട്ടെ, ആ പ്രസംഗം തുടരട്ടെ. ഞാനിവിടെ കേവലം ഒരു ആശംസ മാത്രമാണ് നിർവഹിക്കുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ ഐക്യവും ഇതര സമൂഹങ്ങൾക്കിടയിലുള്ള സൗഹൃദവും ഐക്യവും ഒക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് നല്ല ദീൻ നിലനിർത്തി നല്ല സാമൂഹ്യ പുരോഗതി ആർജിക്കുന്ന ഒരു സമൂഹമായി മാറാൻ സർവശക്തനായ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് SKSSFന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മഹത്തായ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ളവരെ, അല്ലാഹു തആല അവന്റെ കരുണാകടാക്ഷങ്ങൾ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും മേൽ സദാ വർഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകാവസാനത്തോടനുബന്ധിച്ച് വരും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ സർവനാശകാരിയായ ദജ്ജാൽ, അവന്റെ അടയാളങ്ങൾ, അവന്റെ ലക്ഷണങ്ങൾ, അവനുമായി ബന്ധപ്പെട്ട പ്രവാചക വചനങ്ങൾ, ഇതൊക്കെയാണ്. ഇത്തരമൊരു വിഷയം സംസാരിക്കുവാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം ലോകാവസാനത്തിന് തിടുക്കം കൂട്ടുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ടോ എന്ന ആശങ്കയാണ്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മറ്റു സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ സ്വതന്ത്രമായി വ്യാഖ്യാനം നടത്തുന്ന, ലോകാവസാനത്തിന്റെ അടയാളമാണ് ഈ കാര്യങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പറ്റം പുതിയ ആളുകൾ ധാരാളമായി നമുക്കിടയിലുണ്ട്. ഉദാഹരണങ്ങളിൽ ഒന്ന്, ഈ ഒരാഴ്ചക്കിടയിൽ നമ്മുടെയൊക്കെ വാട്സപ്പുകളിലൂടെ പ്രചരിച്ച ഒരു ചിത്രമുണ്ട്. ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലൊന്നിൽ ഒരു കുട്ടി ജനിച്ചു. ഡോക്ടർമാര് ആ കുട്ടിയെ പരിശോധിച്ചപ്പോൾ 105 വയസ്സ് ആ കുട്ടിക്ക് പ്രായമായി അടയാളപ്പെടുത്തി. ലോകാവസാനത്തിന്റെ അടയാളമാണ് കുഞ്ഞുങ്ങൾ
നരച്ചവരായി പ്രായമേറിയവരായി പിറന്നു വീഴുക. വാട്സപ്പിലൂടെയുള്ള വ്യാഖ്യാതാക്കളും പ്രചാരകരും പറയുന്ന കാര്യം ഖുർആനിലെ സൂറത്തുൽ മുസ്സമ്മിലിൽ അല്ലാഹു തആല അത് പറഞ്ഞിട്ടുണ്ട് എന്നുമാണ്. ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജ്അലുൽ വിൽദാന ശീബാ. ഈ വചനത്തെയാണ് ഈ തെളിവിനെ തെളിവായിക്കൊണ്ട് അവർ ഉദ്ധരിച്ചത്. ആ വചനവും ഈ സംഭവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അത് പ്രചരിപ്പിക്കുന്നവരും അത് വിശ്വസിക്കുന്നവരും അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരും ആലോചിക്കില്ല. അത് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ലോകാവസാനവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ലോകാവസാനത്തിന്റെ വിഹ്വലത ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബീഭത്സമായ രീതിയിൽ ഭൂമിയും ആകാശവുമെല്ലാം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന മുഹൂർത്തത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്, ഫകൈഫ തത്തഖൂന ഇൻ കഫർതും. നിങ്ങൾ അല്ലാഹുവിനെ നിഷേധിക്കുന്നവരായാൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ദിവസത്തെ സൂക്ഷിക്കുവാൻ കഴിയുക? ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? യൗമൻ യജ്അലുൽ വിൽദാന ശീബാ. ആ ബീഭത്സമായ രംഗങ്ങൾ കാണുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നരബാധിച്ചവരായി മാറും. ഈ ഒരായത്തിനെയാണ് നേരത്തെ പറഞ്ഞ ഫോട്ടോ അടിക്കുറിപ്പായിക്കൊണ്ട് നമ്മിൽപ്പെട്ട പലരും പ്രചരിപ്പിക്കുന്നത്. മറ്റൊന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്, ഇസ്രായേലിൽ ഒരു കുട്ടി ജനിച്ചു. ഒരു കണ്ണുമായിട്ടാണ് ആ കുഞ്ഞ് പിറന്നു വീണത്. എന്നിട്ട് അതിന്റെ കൂടെയുള്ള ഓഡിയോയിൽ, മലയാളത്തിലുള്ള ഓഡിയോ ശബ്ദത്തിൽ പറയുന്നത്, ഈ കുട്ടിക്ക് കുട്ടിയുടെ മാതാപിതാക്കൾ മസീഹുദ് ദജ്ജാൽ എന്ന് പേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ലോകം അവസാനിക്കാനായിരിക്കുന്നു, മസീഹുദ് ദജ്ജാലിന്റെ പിറവി സംഭവിച്ചിരിക്കുന്നു. ഇനി അവൻ വളർന്നു വലുതായി നമുക്ക് അരുൾ ചെയ്ത ഫിത്നകളുമായി രംഗത്ത് വരാൻ കൂടുതൽ കാലമൊന്നുമില്ല. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുക. ഇപ്പോഴടുത്ത് ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവന്റെ വാട്സപ്പിൽ വന്ന ഒരു ഹദീസ് കാണിച്ചു തന്നു. 2027 മഹ്ദി ഇമാം വരും എന്ന് പറഞ്ഞായിരുന്നു അത്. ഇതൊന്നും ഇന്ന് സ്വകാര്യമായി നമ്മൾ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ചർച്ച ചെയ്യുന്ന, സംസാരിക്കുന്ന ഒരു വിഷയമല്ല. എല്ലാവർക്കിടയിലും നിരന്തരമായി പ്രചരിപ്പിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അവൻ കാണിച്ചു തന്ന ആ ഹദീസിലുള്ളതാവട്ടെ, മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഇതെല്ലാം സംഭവിക്കും ഒരേ സമയത്ത്. കാലഗണന അനുസരിച്ച് അത് 2027 ആണ് സംഭവിക്കുക. 2027. അപ്പോ ഒരു 10-12 കൊല്ലത്തിനുള്ളിൽ മഹ്ദി ഇമാം വരും എന്ന് പറഞ്ഞ് ഈ ഹദീസിനെ പ്രചരിപ്പിക്കുന്നു, വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ ലോകമൊന്ന് അവസാനിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇത് പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഈമാൻ കൊണ്ടാണ്. അല്ല, ഈമാനിന്റെ ആ ശക്തിയിൽ മറ്റുള്ളവരും ഈ ഒരു ഭീതിതമായ രംഗത്തെക്കുറിച്ച് ആലോചിച്ച് തഖ്വയിൽ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടല്ല. ഇത് അയച്ചു കൊടുക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണ്? ഒരു പുതിയ വിവരം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അതിനൊരു ലൈക്ക് മേടിക്കുക. അത് ഞാനാണ് അയച്ചു കൊടുത്തത്, അവനെ അത്ഭുതപ്പെടുത്തിയത് ഞാനാണ് എന്ന ഒരു മാനസികമായ സുഖമനുഭവിക്കുക. ഇതിനപ്പുറം അവന്റെ ചിന്തയിൽ മറ്റൊന്നുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ തരംതിരിവുകളിൽ വ്യത്യസ്ത നാമങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ പറയും സ്വഹീഹായ ഹദീസാണ്,
അല്ലെങ്കിൽ പറയും ലഈഫായ ഹദീസാണ്. ആ ഹദീസുകളൊന്നും ഒരുപക്ഷെ തള്ളപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവില്ല. സ്വഹീഹ് ഏതായാലും തള്ളപ്പെടേണ്ടി വരില്ല. ലഈഫാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഹദീസ് നിവേദനം ചെയ്ത പരമ്പരയിൽ ഏതെങ്കിലും ഒരാൾക്കുള്ള എന്തെങ്കിലും ഒരു സവിശേഷതയുടെ കുറവ് കാരണത്താലായിരിക്കും ഹദീസ് ദുർബലമായി മാറുന്നത്. ലഈഫായ ഹദീസ് ഉപയോഗിച്ച് അമല് ചെയ്യാം, ജനങ്ങളെ ഉപദേശിക്കാം, അവരെ നന്മയിലേക്ക് അമലിന് വേണ്ടി പ്രേരിപ്പിക്കുവാൻ വേണ്ടി ആ ഹദീസുകൾ പറയാം എന്നൊക്കെ മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്. എന്നാൽ ഈ ഹദീസുകളിലെ ഏറ്റവും മോശമായതും ഗൗരവമേറിയതുമാണ് മൗളൂആയ ഹദീസുകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നബി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഹബീബായ നബി അത് ചെയ്തിട്ടേയില്ല. ചില ആളുകളുടെ ഹോബിയായിരുന്നു ഗതകാലത്ത് എല്ലാ കാര്യങ്ങളും നബി പറഞ്ഞു നബി പറഞ്ഞു നബി പറഞ്ഞു എന്ന് പറഞ്ഞ് പറയാം. അത് ചിലർ എഴുതി വെച്ചു. പരിശുദ്ധ റസൂൽ അതിന് മുന്നറിയിപ്പ് നൽകി. എന്റെ പേരിൽ ആരെങ്കിലും ഒരു കള്ളം കെട്ടിയുണ്ടാക്കിയാൽ ഞാൻ പറഞ്ഞു എന്ന് പറയുകയോ ഞാൻ ചെയ്തു എന്ന് പറയുകയോ അതല്ലെങ്കിൽ എന്റെ പേരിലുള്ള മറ്റെന്തെങ്കിലും വ്യാജവുമായിട്ട് ഒരാൾ വന്നാൽ മഖ്അദഹു മിനന്നാർ, നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ ഒരുക്കിക്കൊള്ളട്ടെ. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാട്സപ്പിലൂടെ ഇത്തരം ഹദീസുകൾ പ്രചരിപ്പിക്കുന്ന ചെറുപ്പക്കാരൻ ഒരുപക്ഷേ ചിന്തിക്കില്ല, ഞാൻ നരകത്തിലെ ഒരു ഇരിപ്പിടാണ് ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരാധികാരികതയോ ഒരു തീരുമാനമോ ഒരു പണ്ഡിതന്റെ പ്രോത്സാഹജനകമായ ഒരു പിന്തുണയോ ഒന്നുമില്ലാതെ ഇന്റർനെറ്റിലൂടെ ഏതൊരാൾക്കും ഉണ്ടാക്കുവാൻ കഴിയുന്ന, ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന ഏതാനും വാക്യങ്ങളുമായി ഓഡിയോകളുമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പ്രചരിപ്പിക്കുന്നതും അതുപോലെ അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതും മഹാപാപമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയുടെ പ്രത്യേകത ലോകം അവസാനിക്കുമല്ലോ അല്ലാഹ്, അന്ന് ഞാൻ വിചാരണ ചെയ്യപ്പെടുമല്ലോ, എന്റെ നന്മയും തിന്മയും തൂക്കപ്പെടുമല്ലോ, എനിക്ക് സ്വർഗവും നരകമോ വിധിക്കപ്പെടുമല്ലോ എന്നുള്ള കാര്യങ്ങളിലൊന്നുമല്ല. പിന്നെ എന്താണ് ഒരു കൗതുകം? ഒരു കൗതുകമാണ് പുതിയ തലമുറയെ ഇത്തരം ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രേരിപ്പിക്കുന്നത്. ഈ കൗതുകം അതല്ലെങ്കിൽ പരിഹാസം, ഇത് രണ്ടും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഗതകാലത്തും ഇങ്ങനെ ചോദിക്കുന്നവരും പറയുന്നവരും അന്വേഷിക്കുന്നവരുണ്ടായിരുന്നു, അതിനിയും ഉണ്ടാകും. 6 സ്ഥലങ്ങളിലാണ് അല്ലാഹു ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. സൂറത്തു സജ്ദയിൽ ويقولون متى هذا الفتح إن كنتم صادقين. മൊത്തത്തിൽ 7 സ്ഥലങ്ങളിൽ അല്ലാഹു ഈ കാര്യം പറയും. അതിന്റെ തൊട്ടുടനെയുള്ള ആയത്തുകൾ 7 സ്ഥലങ്ങളിലും വ്യത്യസ്തമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? വയഖൂലൂന, അവർ പറയുന്നു. ആര്? മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയുന്നു, അതല്ലെങ്കിൽ നിഷേധികൾ പറയുന്നു. ലോകാവസാനം വരെ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് ആഖിറവുമായി ബന്ധപ്പെട്ട് പരിഹാസരൂപേണ കാണുന്നവരും കൗതുകത്തോടെ കാണുന്നവരും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പറഞ്ഞു എന്നല്ല, വയഖൂലൂന, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴും പറയും, നാളെയും പറയും, കഴിഞ്ഞ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കും.
എന്താ പറയുന്നത്? മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് നിങ്ങൾ താക്കീത് നൽകിയ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്? എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുന്നത്? ഭൂമി പിളരുന്നത് എപ്പോഴാണ്? ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത് എപ്പോഴാണ്? മനുഷ്യർ പറന്നു പോകുന്നത് എപ്പോഴാണ്? എല്ലാവരും ഒരുമിച്ച് മരിക്കുമെന്ന് പറഞ്ഞല്ലോ, രണ്ടാമതൊരു ലോകമുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ എപ്പോഴാണ്? ഞങ്ങൾക്കത് അറിയുവാനുള്ള ആഗ്രഹമുണ്ട്. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അതെപ്പോഴാണ് എന്ന് ഞങ്ങളെ അറിയിക്കുക എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. യാസീനിന് മറുപടി നമുക്കറിയാം. എന്താ? ഇല്ലാ സ്വൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ. അവർ ഭീകരമായ ഒരു ശബ്ദത്തെയല്ലാതെ മറ്റൊന്നിനെയും പ്രതീക്ഷിക്കുന്നില്ല. അതവരെ പിടികൂടുന്നത് വഹും യഖ്സിമൂൻ, ഭൗതിക കാര്യങ്ങളിൽ അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. കച്ചവടക്കാർ അത് ചെയ്യുമ്പോഴായിരിക്കും. കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴായിരിക്കും. കൃഷിക്കാരത് ചെയ്യുമ്പോഴായിരിക്കും. തർക്കിക്കുന്ന ആളുകൾ അതിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ലോകം അവസാനിക്കും എന്ന് സൂറത്ത് യാസീനിൽ പറയുന്നു. ലാ യസ്തതീഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊരു ഉപദേശം നൽകുവാനോ അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങിച്ചെന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടോളൂ, നിങ്ങൾ സുരക്ഷിതമായ താവളം തേടിക്കോളൂ എന്നൊന്നും പറയാൻ അവർക്ക് കഴിയില്ല. യാസീനിൽ അല്ലാഹു പറയാം. സൂറത്തുൻ നംൽ ഇതിന്റെ മറുപടി വളരെ രസമാണ്. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുകയാണ്, നംലിൽ അല്ലാഹു പറയാണ്, വയഖൂലുന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, എപ്പോഴാണ് ലോകാവസാനം? അതിനുള്ള മറുപടി ഖുൽ, നബിയെ നിങ്ങൾ പറയണം, അസാ അൻ യകൂന റദിഫ ലകും ബഅദുല്ലദീ തസ്തഅജിലൂൻ. നിങ്ങളുടെ മേലിൽ പൊടുന്നനെ വന്നേക്കാം, അല്ലാതെ അത് ഇന്ന ദിവസമാണ് എന്ന് നിങ്ങളോട് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ ലോകത്തിന്റെ പുരോഗതി ഒന്നും ഉണ്ടാവില്ല. 2017 ലോകം അവസാനിക്കുക ഇന്ന ദിവസമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹു തആല അത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പോ കോലാഹലമോ ഈ വാളോ ഇതൊന്നും ഉണ്ടാവില്ല. 50 ലക്ഷത്തിന്റെ ബഡ്ജറ്റുമായിട്ട് ഇവിടെ കോർഡിനേഷൻ കമ്മിറ്റി ഒരു പുതിയ പദ്ധതി ഒന്നും ആവിഷ്കരിക്കില്ല. കാരണം 2017 ഇവിടെ ലോകം അവസാനിക്കാൻ പോവുക. രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു തആല അങ്ങനെ മറച്ചു വെച്ചത്. ഒന്ന്, ഓരോരുത്തരുടെയും മരണം. എല്ലാരും മരിക്കും, ഓക്കെ, പക്ഷെ ഓരോരുത്തരുടെയും മരണം അല്ലാഹു തആല മറച്ചു വെച്ചു. ലോകം മൊത്തത്തിൽ അവസാനിക്കുന്നതും അല്ലാഹു തആല മറച്ചു വെച്ചു. എന്തിന്? ഈ ലോകത്തിന്റെ പുരോഗതിക്ക്, മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, നബിയേ നിങ്ങൾ ഇപ്പോൾ ജനങ്ങളോട് പറയുക, നിങ്ങളിപ്പോൾ ധൃതിയിൽ ആഗ്രഹിക്കുന്ന ആ സംഗതി നിങ്ങളുടെ മേലിൽ പൊടുന്നനെയായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ ദജ്ജാല് പുറപ്പെടാനായിരിക്കുന്നു, അതുപോലെ മഹ്ദി ഇമാം പുറപ്പെടാനായിരിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ വകയായിട്ട് ഇങ്ങനെ എഴുതി ഓരോ വ്യാഖ്യാനങ്ങളുമായിട്ട് ഇങ്ങനെ നൽകി. നിങ്ങൾ അറിയാത്ത ഒരു ഘട്ടത്തിലായിരിക്കും അല്ലാഹു ഈ ലോകം നിങ്ങളുടെ മേൽ അവസാനിപ്പിക്കുന്നത്. ഒരായത്ത് കൂടെ ഞാൻ ഓതാം, ആ 7 ഞാൻ ഓതുന്നില്ല, ഒരായത്ത് കൂടെ ഓതാം. സൂറത്തുൽ മുൽക്ക്, അത് നമ്മൾ എപ്പോഴും ഓതുന്നതാണല്ലോ. ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. നബിയേ, അല്ലാഹുവേ, അല്ലാഹു പറയുകയാണ്, അങ്ങ് ജനങ്ങളോട് പറയണേ, ലോകാവസാനം എപ്പോഴുണ്ടാകുമെന്ന കാര്യമുണ്ടല്ലോ, അതെന്നാണ് സംഭവിക്കുക എന്ന അറിവുണ്ടല്ലോ. ആ അറിവ് ഇൻദല്ലാഹ്, അത് അല്ലാഹുവിന്റെ അടുക്കലാണ്. പിന്നെ എന്റെ പണി എന്താണ്? പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണ്? വഇന്നമാ
അന നദീറും മുബീൻ, ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്, ഞാൻ നദീറാണ്. ഈ ഇല്ലാറുണ്ടല്ലോ, ഈ മുന്നറിയിപ്പുണ്ടല്ലോ, ഇത് തന്നെയാണ് ഈ മജ്ലിസിൽ നമ്മളും നടത്തുന്നത്. വമാ നുർസിലുൽ മുർസലീന, ഒരു പ്രവാചകനെയും നാം അയക്കാറില്ല. ഇല്ലാ മുബശ്ശിരീന വ മുൻദിരീൻ, അവർ ജനങ്ങളോട് സന്തോഷകരമായ കാര്യങ്ങൾ പറയും, സ്വർഗ്ഗത്തെക്കുറിച്ച് പറയും, ഹൂറുൽ ഐനുകളെക്കുറിച്ച് പറയും, വ മുൻദിരീൻ, നരകത്തെക്കുറിച്ച് പറയും, താക്കീതുകളെ കുറിച്ച് പറയും. ജനങ്ങളോടവർ താക്കീത് ചെയ്യും. ആ ദൗത്യമാണ് പ്രവാചകന്മാരിവിടെ നിർവഹിച്ചത് എങ്കിൽ അതേ ദൗത്യത്തിന്റെ ബാക്കിയാണ് ഇവിടെയുള്ള മജ്ലിസുകളിലൂടെ നമ്മൾ ഓരോരുത്തരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നമാ അന നദീറും മുബീൻ, ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നയാളാണ്. ഹബീബായി നബി പറഞ്ഞുവല്ലോ, ഇന്നകും ലം യകുൻ നബിയ്യുൻ ബഅദ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശേഷം ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. ഇല്ല വഖദ് അൻദറ ദജ്ജാല ഖൗമ, ദജ്ജാൽ എന്ന ഭീകര സ്വരൂപിയെക്കുറിച്ച്, ദജ്ജാൽ എന്ന നാശകാരിയെക്കുറിച്ച് തന്റെ സമുദായത്തെ ഭയപ്പെടുത്തി അറിയിക്കാത്ത ഒരു മനുഷ്യനൊരു പ്രവാചകനും നൂഹ് നബിയുടെ ശേഷം ഈ ലോകത്ത് കടന്നു വന്നിട്ടില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുഹമ്മദ് മുസ്തഫ. മോമിനെ, ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് എന്ന് മാത്രമല്ല, ഇത് കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ദജ്ജാല് വരണമെങ്കിൽ അവനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത, ബോധമില്ലാത്ത, ആലോചനയില്ലാത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടാവണം, എങ്കിലേ ദജ്ജാല് വരും. പക്ഷേ നമ്മുടെ സന്താനങ്ങളിലൂടെ, നമ്മുടെ പുതിയ തലമുറയിലൂടെ ആ മുറാദ് ഉണ്ടാവരുത്. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമ്മിലൂടെ പുലരരുത്. അതിനു വേണ്ടിയുള്ള ഒരു വാവാണിത്. ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പാണ്, നമ്മളിപ്പോ തെളിവ് പറഞ്ഞാലും ഉണ്ടാകില്ലും. അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ അസ്രി, ഒരു അസ്ർ നിസ്കാരം കഴിഞ്ഞ് നബി ഞങ്ങളോട് പ്രസംഗിച്ചു. ഫലം യസൽ യുഹദ്ദിസുനാ, നബി ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സമനയുടെ ഓലകൾക്കിടയിലൂടെ ഒരു ചെറിയ ചുവപ്പല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല. അസ്തമാന സൂര്യൻ, അതിന്റെ ചെങ്കതിരുകൾ മാത്രം ഞങ്ങൾ ഇങ്ങനെ കാണുകയാണ്. സൂര്യൻ അസ്തമിക്കാനായിരിക്കും. അപ്പൊ നബി ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, കണ്ടില്ലേ, ദേ സൂര്യൻ അസ്തമിക്കാനായിരിക്കുന്നു. ഇന്നഹു ലം യബ്ഖ മിനദ് ദുനിയാ ഫീമാ മളാ, ദുനിയാവിൽ നിന്ന് കഴിഞ്ഞു പോയതുമായി സൂചിപ്പിക്കുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ ഇനി അവശേഷിക്കുന്നില്ല. ഇല്ലാ കമാ ഹിയ മിൻ യൗമികും ഹാദാ, ഈ ദിവസത്തിൽ ഇനി എത്ര അവശേഷിക്കുന്നുണ്ടോ അത്രയല്ലാതെ ഇനി ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് അവശേഷിക്കാനില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിന് കോടിക്കണക്കിന് ആയുസ്സുണ്ടാവാം, മനുഷ്യരാശിക്കോ ഏതാനും ആയിരങ്ങളെ ആയുസ്സുള്ളൂ. മൊത്തത്തിൽ സയ്യിദുനാ ആദം അലൈഹിസ്സലാം മുതൽ നമ്മുടെ ഈ കാലഘട്ടം വരെ കുറഞ്ഞ 1000-10,000 ഉള്ളിലൊക്കെയാണ് ചില മഹാന്മാര് പറയുന്നത്. അത്രയാണ്, അത്ര ആയുസ്സേ ഈ ഒരു മനുഷ്യ സഞ്ചയത്തിനുള്ളൂ. ലോകാവസാനിക്കാൻ ഇനി കൂടുതലൊന്നുമില്ല. ഇത് പറഞ്ഞിട്ട് റസൂലുള്ള പോവുകയല്ല, നബി എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ നൽകി. ലോകത്തുണ്ടാകുന്ന മഹായുദ്ധങ്ങൾ പറഞ്ഞു, വിപത്തുകൾ പറഞ്ഞു, കുഴപ്പങ്ങൾ പറഞ്ഞു, അരക്ഷിതാവസ്ഥകൾ പറഞ്ഞു, പുരോഗതികൾ പറഞ്ഞു, ലോകത്തോടുള്ള മാതൃകകളും മാർഗങ്ങളും പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മണൽ വിരിച്ച മദീനയിലെ മസ്ജിദുൻ നബവിയിലെ ഈത്തപ്പനയുടെ തണ്ടുകൾ കൊണ്ട് തൂണുള്ള, ഈത്തപ്പനയുടെ ഓലകൾ കൊണ്ട്
മേൽക്കൂര കെട്ടിയുണ്ടാക്കിയ പരിശുദ്ധ റസൂൽ തന്റെ കൈകൾ കൊണ്ട് കല്ല് ചുമന്ന് പള്ളി ഉണ്ടാക്കിയ ആ പള്ളിയുടെ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയ 8 ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാമിനോട് പട്ടിണിയും പരിവട്ടവുമായി തള്ളി നീക്കുന്ന മറുതുണിക്ക് മറുതുണിയില്ലാത്ത സ്വഹാബത്തുൽ കിറാമിനോട് 14 മുമ്പ് 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള ഉപദേശങ്ങൾ നബി തിരുമേനി നൽകി. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു ഇത് നബിയാണ്, ഇത് മാതൃകയാണ്, ഇത് വഴികാട്ടിയാണ്. അവിടുന്ന് വഴികാട്ടുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഈ നൂറ്റാണ്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കണം അന്ന് നബി വഴി കാണിച്ചു തന്നു. ഞാൻ എന്റെ അടുത്ത നൂറ്റാണ്ടിലുള്ള എന്റെ അടുത്ത തലമുറ എന്നിങ്ങനെ ജീവിക്കണം. അപ്പൊ അവര് നബിയെ നോക്കുകയാണ്. നബി പറഞ്ഞത് യുദ്ധങ്ങളെക്കുറിച്ച്, ഭീകരമായ അന്തരീക്ഷങ്ങളെക്കുറിച്ച്, നടന്നു പോകുന്ന വഴികളിൽ തൂരിസീന പർവ്വതത്തിന്റെ മഹത്വം നൽകിയ ആളാണ്. നിഗാഹ് ഇഷ്കോ മസ്തീമേ വഹി ഔവൽ വഹി ആഖിർ. നബിയാണ് ആദ്യത്തെയാൾ, നബിയാണ് അവസാനത്തെയാൾ. വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി ത്വാഹ വഹി യാസീൻ. ആ നബി തന്നെയാണ് ഖുർആൻ. ഖുർആൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അതിനും ആ നബിയെ കാണണം. വഹി ഫുർഖാൻ വഹി ത്വാഹ വഹി യാസീൻ. ആ നബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ. ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ ദജ്ജാലിനേക്കാൾ വലിയ ഒരു കാര്യം ലോകത്തുണ്ടാവുകയില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്കച്ചൊല്ലൂ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ് സമുദായത്തെ തകർക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? സമൂദ് ഗോത്രം നശിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ വലിയ സംഭവമായിരുന്നു. ലൂത്ത് നബിയുടെ സമുദായത്തെ ഭൂമി മുകളിലേക്ക് കൊണ്ടുപോയി മറിച്ചിട്ട് അത് ചാവുകടലാക്കി മാറ്റി. كذبت ثمود وعاد بالقارعة وأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر آتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. ലോകത്ത് നശിപ്പിക്കപ്പെട്ട സമുദായം ഉണ്ടായിട്ടുണ്ട്, ഫറോവ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റസൂല് പറയാണ് ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന, ഇതിനെയൊക്കെ അതിജയിക്കുന്ന ഏറ്റവും വലിയ ഭീകരവാദിയായിരിക്കും ദജ്ജാലെന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ. തീവ്രമായ യുദ്ധങ്ങളെക്കാൾ, പ്രശ്നങ്ങളെക്കാൾ, കഠിനമായ സംഘട്ടനങ്ങളെക്കാൾ ഏറ്റവും വലുത് ദജ്ജാലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇതിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആരാന്നറിയോ? ജൂതന്മാര് ദജ്ജാലിനെ കാത്തിരിക്കും. ജൂതന്മാർ ലോക മനുഷ്യരുടെ ശത്രുക്കളാണ്. അവര് മഹാബുദ്ധിമാന്മാരാണ്. അവർ നോബൽ സമ്മാനം നേടുന്നവരാണ്. അവർ ലോകത്തെ നിയന്ത്രിക്കാൻ നോക്കുന്നവരാണ്. അവർ മീഡിയയെ നിയന്ത്രിക്കുന്നവരാണ്. അവർ ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയെ നിയന്ത്രിക്കുന്നവരും സാമ്പത്തിക ശക്തികൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നവരുമാണ്. അവർ ലോകത്തിന്റെ ക്രമം അവരുടെ കയ്യിലെത്തിക്കുവാൻ വേണ്ടി എന്ത് കുതന്ത്രവും വൃത്തികേടും ചെയ്യുന്നവരാണ്.
ഇനി അവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഈ ലോകത്തുള്ള മുസ്ലിങ്ങളെ മുഴുവൻ തുടച്ചു നീക്കണം. അതിന് അവരെ സഹായിക്കാൻ ഒരു മഹാമനുഷ്യൻ വരും. അവനാണ് മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് അവർ പറയുന്നത് മസീഹുദ് ദജ്ജാൽ എന്നല്ല, ആന്റി ക്രൈസ്റ്റ് എന്നാണ്. അവരിതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ആന്റി ക്രൈസ്റ്റ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു ഹദീസുണ്ട്, ലോകാവസാനത്തോടനുബന്ധിച്ച് മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ അതിശക്തമായ ഒരു സംഘട്ടനം നടക്കും. ഒരു ഹദീസുണ്ട്, മുസ്ലിമീങ്ങളും ജൂതന്മാരും യഹൂദും അങ്ങനെ നടന്നാൽ എല്ലാം അന്ന് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഹദീസ് ഇങ്ങനെയാണ്, ഒരു കല്ലോ ഒരു മരമോ ഉണ്ടാവുകയില്ല മുസ്ലിങ്ങളോട് ഇതാ എന്റെ പിന്നിൽ ഒരു ജൂതനുണ്ട് എന്ന് വിളിച്ചു പറയും. ആധുനിക ഉലമാ ഒക്കെ പല രീതിയിലാണ് ഹദീസുകളെ വ്യാഖ്യാനം ചെയ്യുന്നത്. ഇവ കല്ല് വിളിച്ചു പറയും എന്ന് കരുതിയാൽ തന്നെ അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ ആധുനിക സൗകര്യങ്ങളിലൂടെ മുസ്ലിം സമുദായത്തിന്റെ വിജയത്തിനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാവും. കല്ല് വിളിച്ചു പറയും, മരം വിളിച്ചു പറയും, എല്ലാ ജൂതന്മാരെയും കൊന്നുകൊടുക്കും. നബി പറയാണ്, ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന് പറയുന്ന മരമൊഴികെ ഗർഖദ് മാത്രം പറയില്ല. എന്താണ് ഗർഖദ്? കാണാൻ ഒരു ചന്തവുമില്ലാത്ത ഒരു തരം കള്ളിമുൾച്ചെടിയാണ്. ഇത് ജൂതന്മാര് പഠിച്ചു. ഇന്ന് നിങ്ങൾ ഇസ്രായേലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ ഇടങ്ങളിലും ഗർഖദ് എന്ന് പറയുന്ന മരം അവർ നട്ടുപിടിപ്പിക്കുകയാണ് കൊല്ലങ്ങളായിട്ട്. അത് കാണാൻ എന്തെങ്കിലും ചന്തണ്ടോ? അപ്പൊ നമ്മുടെ ഹൈവേയുടെ സൈഡിലൊക്കെ നല്ല മരങ്ങള്, അല്ലെങ്കിൽ NH-47 പോകുമ്പോ നടുവില് നല്ല പുല്ലോ നല്ല സസ്യങ്ങളോ ഒക്കെ നമ്മൾ കാണാൻ ഭംഗിയുള്ളത്. ഇത് കാണാൻ ഭംഗിയില്ല. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചെറുപ്പക്കാരൊക്കെ അവർ ഗൂഗിളിൽ വേണമെങ്കിൽ അതിന്റെ ഇമേജ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഗർഖദ് എന്ന് പറയുന്ന മരം എന്താണ് കാണാൻ കഴിയും. ഒരു ഭംഗിയില്ലാത്ത ഒരു തരം കള്ളിമുൾച്ചെടി. ഇതാണ് അവന്മാര്. ഇവരാണ് ജൂതന്മാരാണ് ദജ്ജാലിനെ കാത്തിരിക്കുന്നത്. എന്നാൽ മുസ്ലിം സമുദായം, ഞാനും നിങ്ങളും ഈമാനുള്ളവർ കാത്തിരിക്കുന്ന രണ്ട് മഹാവ്യക്തിത്വങ്ങളുണ്ട്. അതിൽ ഒന്നാരാന്നറിയോ? സയ്യിദുനാ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ മഹ്ദി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മസീഹ് ഈസാ അലൈഹിസ്സലാം. ഇവർ രണ്ടുപേരുമാണ്. ഇവരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ തലമുറയിൽ, നമ്മുടെ സന്താനങ്ങളിൽ അവരെ കണ്ടുമുട്ടുവാനും അവരെ സ്വീകരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതൊക്കെ നമ്മൾ തമാശയായിട്ട് തള്ളിവിടേണ്ട കാര്യമല്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കില്ല, ദ്വാരക്കില്ല, അല്ലേ? അപ്പൊ നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്നവരാണ്. ആരുമില്ല മക്കൾക്ക് വേണ്ടി ദ്വാരക്കാത്തവര്. എന്തിനാ? എന്റെ മോൻ SSLCയിൽ എല്ലാറ്റിലും A+ കിട്ടാൻ വേണ്ടി ഉസ്താദ് ദ്വാരക്കണം. എന്റെ മോൻ ഗൾഫിൽ പോയി അവന്റെ അറബിയുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി കാര്യമായിട്ട് ദ്വാര ചെയ്യണം, അല്ലേ? അവന് ഡ്രൈവിംഗ് ലൈസൻസ് 10ാമത്തെ പ്രാവശ്യമാണ് ദുബൈയില് ടെസ്റ്റ് ചെയ്യുന്നത്, അവൻ ഇതുവരെ വിജയിച്ചിട്ടില്ല, അതൊന്ന് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. ഇതിനൊക്കെ നമ്മൾ ദ്വാര ചെയ്ത് കാര്യങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെ ഹാസിലായിക്കൊണ്ടേയിരിക്കുക. ഇതിന് മാത്രമാണോ ദ്വാരക്കേണ്ടത്? അല്ല. ഇബ്രാഹിം നബി ദ്വാരുന്നു, അല്ലെ? അതാണ് നമ്മുടെ പാഠം. ഇബ്രാഹിം നബി ദ്വാരുന്നു. എന്ത്? രണ്ട് പ്രധാനപ്പെട്ട ദ്വാ. ഇബ്രാഹിം നബിയുടെ എമ്പാടുള്ള ദ്വാകൾ ഖുർആനിലുണ്ട്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട ദ്വാകളും അതിൽ നമുക്ക് വലിയ പാഠങ്ങളും. ഒന്നെന്താണെന്നറിയോ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. വലിയ പാഠമാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹുവേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നയാളാക്കണേ. രണ്ടാമത്തെ പിന്നെന്താ പറയുന്നത്? എന്നെ മാത്രമല്ല വമിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരയെയും നീ നിസ്കാരം നിലനിർത്തുന്ന ആളുകളാക്കണേ. വലിയ പാടല്ലേ അതില്? നമ്മളുടെ മക്കൾ നിസ്കരിക്കാൻ ദ്വാരക്കണം, തലമുറ നിസ്കരിക്കാൻ ദ്വാരക്കണം എന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും വലിയ പാഠം. ഇബ്രാഹിം നബി ദ്വാരുന്നു. എന്ത്? പടച്ചോനെ
എന്റെ സമുദായം ഇങ്ങനെ മുന്നോട്ട് പോയാൽ, എന്റെ മക്കള് അങ്ങനെ പോയാൽ അവർക്കിടയിൽ ഛിദ്രതയുണ്ടാകും. അവർ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അവർ ദീനിൽ നിന്നും ഭ്രംശം സംഭവിച്ചു പോകും. അല്ലാഹുവേ, അങ്ങനെ ഒരു ഘട്ടം അവർക്കുണ്ടായാൽ റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇബ്രാഹിം നബിയുടെ ദുആ നോക്കി നിങ്ങൾ, എന്തൊരു മക്കളെ സ്നേഹമുള്ള ആൾക്കാരാ. നമ്മൾ മക്കളെ സ്നേഹിക്കും, സ്വന്തം ഞാൻ നേരത്തെ പറഞ്ഞ ടീമിന് അതിലപ്പുറത്തൊന്നും നമ്മൾ ആലോചിക്കൂലല്ലോ. പക്ഷെ ആലോചിക്കണം. ഇബ്രാഹിം നബി പറയാണ്, പടച്ചോനെ, ഞാൻ എന്റെ സന്താനങ്ങളിൽ അവരെ നേർമാർഗത്തിലേക്ക് നടത്തുന്ന ഒരാളെ നീ വിനിയോഗിക്കണേ. അല്ലേ? അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നബിയേ, നിങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നു? അവിടുന്ന് 2 മറുപടിയാണ് അതിന് പറഞ്ഞത്. ഒന്ന് ബിശാറത്തു ഈസാ നബി അലൈഹിസ്സലാം എന്നെ സംബന്ധിച്ച് സന്തോഷം പറഞ്ഞിരുന്നു. രണ്ടാമത്തേത് ദഅവത്തു അബീ ഇബ്രാഹിം, എന്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്റെ കാര്യത്തിൽ ദുആ ചെയ്തിരുന്നു എന്നെ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ദ്വാരക്കണം ഇവന്റെ ഷർറിൽ നിന്ന്. അല്ലേ? ഇവന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുകൊണ്ടാണല്ലോ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ ബഹുഭൂരിപക്ഷവും അല്ലാഹുവിനോടുള്ള പ്രകീർത്തനങ്ങളും അതുപോലെ തസ്ബീഹുകളും തഹ്ലീലുകളും ഷഹാദത്തുകളും മുനാജാത്തുകളുമാണ്. എന്നാൽ ആ നിസ്കാരത്തിന്റെ ഒടുവിൽ നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലെ അവസാന ഭാഗം നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് തേടുകയാണ്. വമിൻ അദാബിന്നാർ, നരകത്തിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ കാവല് തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ കാവല് തേടുന്നു അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ കുഴപ്പത്തിൽ നിന്നും. അല്ലേ? ഇതൊക്കെ നമ്മൾ മനസ്സിൽ തട്ടാതെയാണോ പറയുന്നത്? തട്ടുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കും. മസീഹുദ് ദജ്ജാലിന് കാവൽ തേടിയിട്ട് എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലേ? നിങ്ങളൊന്ന് തലയാട്ടു. അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് വലത്തോട്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇടത്തോട്ട്. എന്തു പറഞ്ഞിട്ട്? മസീഹുദ് ദജ്ജാലിൽ നിന്ന് കാവൽ തേടി. എന്തുകൊണ്ട്? ആരോടാണ് രക്ഷ തേടുന്നത്? ആർക്ക് വേണ്ടിയാണ് രക്ഷ തേടുന്നത്? നിസ്കാരത്തിനുള്ള സലാം എന്ന് പറഞ്ഞാൽ അത് അവന്റെ വലതുഭാഗത്തുള്ള എല്ലാവരോടുമുള്ള സലാമാണ്. അവന്റെ വലതുഭാഗത്തുള്ള മോമിനീങ്ങൾ, അവന്റെ വലതുഭാഗത്തുള്ള മലായിക്കത്ത്, അവന്റെ വലതുഭാഗത്തുള്ള പ്രപഞ്ചം, എല്ലാറ്റിനോടും. ഇടതുഭാഗത്തേക്ക് പറഞ്ഞാലോ ഈ പറഞ്ഞതുപോലെ ഇടതുഭാഗത്തേക്കുള്ള എല്ലാവരും. അതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലേ? എന്തുകൊണ്ടെന്നാൽ ദജ്ജാല് വരുന്നതിനെ കുറിച്ച് റസൂലുള്ള പറയുകയാണ്, ദജ്ജാല് വന്നാൽ ഫആസ യമീനൻ വആസ ശിമാലാ. ദജ്ജാല് വന്നു കഴിഞ്ഞാൽ അവൻ വലതുഭാഗത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കും, അവൻ ഇടതുഭാഗത്തും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഫആസ യമീനൻ വആസ ശിമാല, അത് അവന്റെ സ്വഭാവമാണ്. അല്ലേ? അതിലേക്കുള്ള ഒരു സൂചന പോലെ മുഅ്മിൻ ചോദിക്കുന്നു രക്ഷ വലതുഭാഗത്തും ഇടതുഭാഗത്തും. കാരണം ദജ്ജാലിനെയാണ് തൊട്ടുടനെ പറഞ്ഞത്. ചിന്തിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ,
മസീഹ് എന്നാണ് അവൻ അറിയപ്പെടുന്നത്. ഈസാ അലൈഹിസ്സലാമും മസീഹ് ആണ്. ഈ രണ്ട് മസീഹും ഒരേ അർത്ഥത്തിലല്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മസീഹ് എന്ന് പറയുന്നത് മിശിഹ എന്ന ഹിബ്രു ഭാഷയിൽ നിന്ന് വന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഈസാ അലൈഹിസ്സലാം സത്യസന്ധനായിരുന്നു. മസീഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സത്യസന്ധത പൂർണ്ണമായും കൈക്കൊണ്ടയാളായിരുന്നു. അതാണ് മസീഹ് ഈസാ. അതല്ലെങ്കിൽ എല്ലാറ്റിനെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ഈസാ നബി, ഇവന്റെ മസീഹാവട്ടെ പല അർത്ഥങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരർത്ഥം ഇവൻ തടവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ മസഹ ഐനു, അവന്റെ കണ്ണ് തടവപ്പെട്ടിട്ടുണ്ട്, അവന്റെ ഒരു ഭാഗം തടവപ്പെട്ടിട്ടുണ്ട്. അതല്ല എങ്കിലോ അവൻ മസ്ഹ് ചെയ്യുന്ന ആളാണ്, അവൻ വിട്ടുകിടക്കുന്നയാളാണ്. എല്ലാ ഇടങ്ങളിലും അവൻ എത്തുന്ന ആളായത് കാരണത്താലാണ് അവന്റെ പേരിന്റെ കൂടെ മസീഹ് എന്ന് വന്നത് എന്ന് ഉലമാ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റുമായിട്ട് നമ്മുടെ ഉബൈദ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റ് വരുമ്പോ എല്ലാരും നല്ല ഒരു സദഖ ഇൻഷാ അല്ലാഹ് എല്ലാവരും കൊടുക്കണം. ഒരാളും അതിൽ അമാന്തം കാണിക്കരുത്. ചുരുങ്ങിയത് എത്ര കൊടുക്കണം? എത്ര കൊടുക്കണം? ചുരുങ്ങിയ സംഖ്യ പറയണോ? നോട്ടീസ് ചുരുങ്ങിയത് പറയണ്ടെന്നാ പറഞ്ഞത്. കാരണം ഒരേ ചുരുങ്ങിയതായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ചുരുങ്ങിയതൊരു, ഞാൻ പറയണ ചുരുങ്ങിയതൊരു 100 രൂപയെങ്കിലും ഇടുന്നതാണ് ഖൈർ. എല്ലാവരും അതൊരു ഈമാനോടുകൂടെ താല്പര്യത്തോടെ ഇടുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യില് സംഘാടകരുടെ കവറും തരുന്നുണ്ട്. ഇതിനൊക്കെ വലിയ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പൊ ആ കവറ് നിങ്ങളെല്ലാവരും കൊണ്ടുപോയിട്ട് അത് സൂക്ഷിച്ചു വെക്കരുത്. ചില ആളുകളുണ്ട് അങ്ങനെ, അടുത്ത കല്യാണത്തിന് ആർക്കെങ്കിലും കാശോ മറ്റോ ഒക്കെ കവറിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ കവർ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും, നമ്മുടെ ഈ കവർ ഉപയോഗിക്കുന്ന ആളുകൾ. അതുപോലെ ചിലപ്പോൾ സീലൊക്കെ അടിച്ചിട്ടുണ്ടാവും SKSF എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കല്യാണത്തിന് കിട്ടുന്നതാണെങ്കിൽ SKSFന്റെ കവർ. അപ്പോഴാ മനസ്സിലാവും പണ്ട് വയലിന് പോയിട്ട് കൊടുത്ത കവറാണ്. അപ്പൊ ആ കവറ് ആളെ വരുന്ന സമയത്ത് നല്ല ഒരു സദഖയുമായിട്ട് ആ കവറുമായിട്ട് വരണം. അല്ലാഹുവേ, എന്തൊക്കെ നിയ്യത്തുകളോടെയാണോ ഈ മുഅ്മിനീങ്ങൾ ആ ബക്കറ്റിൽ സ്വതക്കയിടുന്നത്, ആ നിയ്യത്തുകളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാവരും ആമീൻ പറയുക. നിയ്യത്തുകളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഓരോരുത്തരുടെയും സ്വതക്കക്ക് നീ ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നീ സന്ദർഭത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. ദജ്ജാൽ ഇപ്പോൾ ഉണ്ടോ ഇല്ലേ, അതൊരു ചർച്ചയാണ്. ദജ്ജാൽ ഇപ്പോൾ ഉണ്ട് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം. പക്ഷേ അവന്റെ പേര് ദജ്ജാൽ എന്നായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിലും ദജ്ജാൽ എന്ന് പേരിടാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാലത്തിനിപ്പോ, കാരണം ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അൽ കസാബ് എന്നാണ് അർത്ഥം. നുണ പറയുന്ന ആൾ അല്ലെ, നുണ പറയുന്ന ആൾ എന്നാണ്. ഇബ്ലീസ് എന്നതുപോലെ ഇബ്ലീസിന്റെ പേര് ഇബ്ലീസ് അല്ലല്ലോ, ഇബ്ലീസിന്റെ പേര് അസാസീൽ എന്നാണ്. അവൻ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായപ്പോൾ അള്ളാഹു തആല ഇബ്ലീസിനെ അവന്റെ കരുണയിൽ നിന്ന് പുറത്താക്കിയപ്പോഴാണ് അവൻ ഇബ്ലീസായി മാറിയത്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കസാബ് എന്നാണ് അർത്ഥം. ഇനിയിപ്പോ ആധുനിക കാലഘട്ടത്തിൽ ദജ്ജാൽ എന്നൊക്കെ പേരിടാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. കാരണം ഇന്നിപ്പോ പേരിടുന്നതിലൊന്നും നോക്കുന്നില്ലല്ലോ. പണ്ട് ചൈനക്കാരെ പറ്റി പറഞ്ഞതുപോലെയാണ് ഇന്ന് പലരും പേരിടലെന്നാണ്. എങ്ങനെയാ ചൈനക്കാര് പേരിടുക? ചൈനക്കാര് പേരിടുന്ന സമയത്ത് പറയുന്നത് കേട്ടാണ് ഇവിടെ ചൈനക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. ചൈനക്കാര് പേരിടുന്ന സമയത്ത് ഒരു വലിയ പാത്രമോ ഒരു ശബ്ദമുള്ള സാധനമോ അവരങ്ങ് നിലത്തേക്കങ്ങ് വലിച്ചെറിയലാണ്. അപ്പൊ ഒരു ശബ്ദം ഉണ്ടാവും, ചിങ് ചാങ് ചൂങ്, അവരുടെ പേരായി പോയി എന്നതുപോലെ പേരിടുന്ന മനുഷ്യന്മാരുണ്ട് നമുക്കിടയിൽ ഇഷ്ടം പോലെ അല്ലേ. എന്നിട്ട് ഉസ്താദുമാരും മദ്രസയിൽ ചേർക്കുന്ന സമയത്ത് കുട്ടിയുടെ പേര് ചോദിക്കുമ്പോഴായിരിക്കും അല്ല എന്താ പേര്, അപ്പൊ വസീം അക്രം എന്നൊക്കെ പേരുള്ള കുട്ടികളുണ്ടാവും. വസീം അക്രം നല്ല അർത്ഥമുള്ള പേരാണ്.
വസീം, അക്രം, നല്ല പേരാണ്. പക്ഷെ പേരവനിട്ടിട്ടുണ്ടാവുക ഒരിക്കലും അത് നല്ല പേരാന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. പാകിസ്ഥാന്റെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഉണ്ട്, അവൻ ക്രിക്കറ്റ് കണ്ടിരുന്ന കാലത്ത് നല്ല ഒരു ക്രിക്കറ്റ് താരായിരുന്നു, അതുകൊണ്ട് അയാളുടെ പേര് വസീം അക്രം. എന്തുപോലെ ചോദിക്കുകയാണ് എന്താ മോളുടെ പേര്? അപ്പൊ ഇംഗ്ലീഷൊക്കെയാണ്, ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ കൊടുത്ത് അതൊക്കെ കൊണ്ടുവന്നിട്ട് സാനിയ, ആണ് സാനി. അപ്പൊ എന്താ കാര്യം? സാനിയ മിർസയുടെ പേരിട്ടതാണ്. നല്ല രസമുള്ള പേരല്ലേ, ആധുനിക പേരാണ്. സാനിയ മിർസയുടെ പേരാണ്. സാനിയയുടെ പേര് ഹാനിയ എന്നുള്ളതാണ്. അവരിന്തിക്കൂല, ഒരു നല്ല സ്റ്റൈൽ സാനിയ. ഉസ്താദ് മെല്ലെ വാപ്പാനെ വിളിച്ച് ചെവിയിൽ പറയും, ഈ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇല്ല, അത് ഞാനിങ്ങനെ നല്ല പേരിങ്ങനെ നോക്കിയപ്പോ ഇതാ നല്ല പേരെന്നാ തോന്നിയത്. ആരോടും പറയണ്ട, ഈ പേരിന്റെ അർത്ഥം വേശ്യ എന്നാണ്. അപ്പോഴാണ് പടച്ചോനെ സാനിയ. കേൾക്കുമ്പോ എന്ത് രസമുണ്ട്. എന്തുപോലെ കേൾക്കാൻ നല്ല രസമുള്ള കുറെ പേരുകൾ ഉണ്ടാവും. ഇതുപോലെ ദജ്ജാല് ചിലപ്പോ ചീത്തയൊക്കെ പറയുമ്പോ നമ്മൾ വിളിക്കും ദജ്ജാല്. നമ്മൾ വിളിക്കൂല, അങ്ങനെ വിളിക്കുന്ന ആളുകൾ ദജ്ജാൽ, അൽ കസ്സാബ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കസ്സാബൂൻ. കള്ളം പറയുന്ന ദജ്ജാലുകൾ ലോകാവസാനത്തോടനുബന്ധിച്ച് വരുന്നതാണ്. നുണ പറയുന്ന ദജ്ജാലിങ്ങൾ വരും. എന്നിട്ടോ യഖ്തൂനകും ബി അഹാദീസ, പല വർത്തമാനങ്ങളുമായും അവർ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, അത് നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ബാപ്പയും കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുറെ ദജ്ജാലിങ്ങൾ പറഞ്ഞ നുണ, ആ നുണ ലോകത്താകെ വ്യാപകമാകും. ചില ഹദീസുകളിൽ കാണാം, ഒരു നുണ പറഞ്ഞാൽ ആ നുണയാകെ വ്യാപകമാവുക. അങ്ങനെ ദജ്ജാലുകൾ കുറേയുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ആൾ. ചാൾസ് ഡാർവിൻ, ഞാൻ വിചാരിച്ചിരുന്നു ഈ ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തമൊക്കെ പഴകിപ്പൊളിച്ച സിദ്ധാന്തം എന്ന് വിചാരിച്ചു. ഈ അടുത്ത് നമ്മുടെ ഏതോ മലയാള മനോരമയുടെ മറ്റേ ബാലരമ ഡൈജസ്റ്റിലാണെന്ന് തോന്നുന്നു, മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ലോകത്തോട് പറയാനുള്ള ഏറ്റവും വിശ്വാസയോഗ്യമായ അഭിപ്രായമായിട്ട് കൊടുത്തിട്ടുള്ളത് ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തമാണ്. എന്താ? മനുഷ്യന്മാരൊക്കെ കുരങ്ങുന്നുണ്ടായതാണ്. ഒരുപക്ഷെ ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന് കണ്ണാടിയിൽ നോക്കിയപ്പോ അങ്ങനെ തോന്നിയതായിരിക്കാം. പക്ഷേ ലോകമൊന്നാകെ ഈ കള്ളം വ്യാപിച്ചു. അതിന് വലിയ കാരണം എന്താ? ഒന്ന്, ഇതല്ലാത്ത ഒരു അഭിപ്രായം ഒരു മതത്തിലുമില്ലല്ലോ. ഏത്? ഇസ്ലാമിന്റേതല്ലാത്ത. അല്ലാതെ എന്താ പറയാ, എങ്ങനെ മനുഷ്യനുണ്ടായി? ഒന്നുകിൽ ഇസ്ലാമിന്റെ അഭിപ്രായം അംഗീകരിക്കേണ്ടി വരും. വഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് അഭിപ്രായാന്വേഷണം നടത്തി ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ച സംരംഭം, അത് വിശ്വസിക്കാൻ ഇവർ തയ്യാറല്ല, അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് പിന്നെ ചാൾസ് ഡാർവിൻ ഒരു നുണ പറഞ്ഞപ്പോ ഇത് തന്നെയാണ് സത്യം എന്ന് കരുതിയിട്ട് ഞങ്ങൾ അംഗീകരിക്കാൻ. സത്യം അതാണെന്ന് വിശ്വസിക്കുന്നുണ്ടാവില്ല, എന്തെങ്കിലും ഒരു അഭിപ്രായം ഇതിനെ കുറിച്ച് വേണ്ടേ? ഇതാണ് ദജ്ജാല്. മുസൈലിമത്തുൽ കസ്സാബ് ദജ്ജാലായിരുന്നു. ഉലമാ ചർച്ച ചെയ്യുന്നുണ്ട്, ആധുനിക ഉലമാ 30 ദജ്ജാലീങ്ങൾ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ദജ്ജാലീങ്ങളുണ്ടല്ലോ. മഹാന്മാര് പണ്ഡിതന്മാര് പറയുന്ന മറുപടി, കളവ് ലോകത്താകമാനം വ്യാപിക്കുന്ന ദജ്ജാലീങ്ങളാണെന്ന് ക്ലിയറാക്കിക്കേ. കളവ് ലോകത്താകമാനം വ്യാപിക്കുന്ന ദജ്ജാലീങ്ങളെ കുറിച്ചാണ് 30 എണ്ണം എന്ന് പറഞ്ഞത്. അല്ലാത്തത് കുറെ പ്രാദേശിക ദജ്ജാലിങ്ങളായിട്ടുണ്ടാവും. കുറെ പ്രാദേശിക ദജ്ജാലിങ്ങൾ, ചിലപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ദജ്ജാലുണ്ടാവും, ചിലപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ദജ്ജാലുണ്ടാവും, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ളതും ഒക്കെ നമ്മൾ പറയാമല്ലോ. അങ്ങനെയൊക്കെയുള്ള നുണ പറയുന്ന ആളുകളും പ്രചരിപ്പിക്കുന്നവരുണ്ടാകും. ഏതായാലും അങ്ങനെ കുറെ ആളുകൾ നിങ്ങളുടെ അടുക്കലേക്ക് വരാനുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ നമ്മൾക്ക് സംശയം, ഇപ്പൊ ദജ്ജാലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കാണാത്തത്? ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ നിന്നാണ്
വാട്സപ്പുകാരൻ ദജ്ജാലിന്റെ ചിത്രമെടുത്ത് പ്രചരിപ്പിക്കുന്നത്, ഫേസ്ബുക്കിലൂടെ ഇസ്രായേലിൽ ജനിച്ചു ദജ്ജാൽ എന്ന പേരിൽ ഒരു കുട്ടി എന്ന് പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ ദജ്ജാലുണ്ട്, നമ്മൾ ആ ദജ്ജാലിനെ കാണാത്തത് എന്താണ് എന്ന ചോദ്യത്തിന് മഹാരഥന്മാരായ ഉലമാ ഒരുപാട് മറുപടികൾ പറയുന്നുണ്ട്. ഇപ്പോഴിവിടെ ഉണ്ട് എന്ന് കരുതിയിട്ട് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന അത്തരം സംഗതികൾ നമുക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഒന്നാണല്ലോ സത്താർ എന്ന് പറയുന്നത്. അല്ലാഹു തആല സത്താറാണ്. സത്താർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്ന ആള്. നമ്മൾ തെറ്റ് ചെയ്താൽ അത് മറച്ചു വെക്കുന്ന ആള്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുന്ന ആള്, സൃഷ്ടികളായ നമ്മെ വഷളാക്കാത്ത ആള് സത്താറാണ്. യാ സത്താർ അല്ലേ? പടച്ചോനെങ്ങാനും നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ചെയ്യുന്നതൊക്കെ അങ്ങോട്ട് പുറത്താക്കിയ ഈ ലോകത്ത് നമുക്ക് വല്ല വിലയുണ്ടാവുമോ? ഒരു മറ അല്ലാഹു തആല അവന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് നൽകിയതുകൊണ്ടല്ലേ. ആ സത്തർ മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൽ അല്ലാഹു ഒരുപാട് സത്തർ ചെയ്തു. നമ്മളുടെ അകത്തുള്ള അവയവങ്ങളൊക്കെ അല്ലാഹു സത്തർ ചെയ്തതല്ലേ. നമ്മുടെ ഹൃദയം, നമ്മുടെ ശ്വാസകോശം, എന്തേ അല്ലാഹു തആലാക്ക് ഈ കാണാൻ ചന്തമില്ലാത്ത അവയവങ്ങളൊക്കെ പുറത്ത് അല്ലാഹു തആലാക്ക് സൃഷ്ടിച്ചുകൂടായിരുന്നോ? അല്ലാഹു ചെയ്തിൽ അല്ലാഹു സത്ർ ചെയ്യുന്നതാണ്, മറച്ചു വെക്കുന്നതാണ്. എന്നതുപോലെ പല കാര്യങ്ങളും അല്ലാഹു തആല മറച്ചു വെച്ചു എന്നതുപോലെ ഈ ദജ്ജാലിനെയും മറച്ചു വെച്ചതായേക്കാം. അങ്ങനെയാണ് അല്ലാഹു മറച്ചു വെക്കുന്നവനാണ്. ഇനി അല്ലാഹു തആല എത്ര സൗകര്യങ്ങൾ ഈ ലോകത്ത് നൽകി, ആ സൗകര്യങ്ങൾ മുഴുവൻ നമ്മൾ ഉപയോഗിച്ച് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അന്വേഷിക്കാൻ പുറപ്പെട്ടാലും ഇന്നും മനുഷ്യരാശിക്ക് കണ്ടെത്താൻ കഴിയാത്ത എത്രയോ ഭാഗങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കുറച്ച് അപ്പുറത്തങ്ങോട്ട് പോയാൽ കാണാൻ കഴിയും നമ്മളുടെ സൈലന്റ് വാലിയൊക്കെ. ഈ സൈലന്റ് വാലിയുടെ ഒക്കെ 100% മനുഷ്യന്മാര് പോയിട്ടുണ്ടാവും, കണ്ടെത്തിയിട്ടുണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോന്നാവും, എനിക്കറിയില്ല കേട്ടോ. ഇപ്പൊ സൈലന്റ് വാലി അവിടെ നിൽക്കട്ടെ, എത്ര കാടുകളും മലകളും അതുപോലെ ദ്വീപുകളൊക്കെ ഉണ്ട് മനുഷ്യന്മാരിപ്പോഴും കണ്ടെത്താത്തത്, ഉള്ളിലേക്ക് സൂര്യപ്രകാശം എത്താത്തത്. അവിടെ എവിടെയെങ്കിലും ആയിക്കൂടെ? അവൻ ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മൾ കാണുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. വേറെ ഒരു മറുപടി, അസ്ഹാബുൽ കഹ്ഫ് ഉണ്ടല്ലോ, അല്ലാഹു തആല 309 കൊല്ലക്കാലം അസ്ഹാബുൽ കഹ്ഫിനെ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. 309 കൊല്ലക്കാലം അസ്ഹാബുൽ കഹ്ഫ് 7 ആളുകളും അവരുടെ പട്ടിയുമായിരുന്നു. 7 ആളുകളും അവരുടെ പട്ടിയും ഇന്നത്തെ ജോർദാനിലാണ് അവര് രാജാവായ അക്രമിയായ രാജാവിൽ നിന്ന് രക്ഷ തേടിയിട്ട് ഒരു ഗുഹയിൽ പോയി. ചരിത്രം ഞാൻ പറയില്ല. അവിടെ അവർ താമസിച്ചു, കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുകയാണ്. വകദാലിക ബഅസ്നാഹും ലിയതസാഅലൂ ബൈനഹും ഖാല ഖായിലും മിൻഹും കം ലബിസ്തും ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. അവരാ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവരിൽപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ്, കം ലബിസ്തും, നമ്മൾ എത്രയാണ് ഉറങ്ങിയത്, നിങ്ങൾ എത്ര സമയം ഉറങ്ങി? അപ്പൊ ഒരു മറുപടി പറയാണ്, ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അതല്ലെങ്കിൽ കുറഞ്ഞ ദിവസം നമ്മൾ ഉറങ്ങി. ചെന്ന് നോക്കിയിട്ട് അവർ താഴത്ത് ചെന്ന് നോക്കിയപ്പോഴോ അവരുടെ ഉറക്കിന്റെ കാലം 350 കൊല്ലമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ ഉണ്ടായാലും തൊട്ടടുക്കൽ ഉണ്ടായാലും ഇനി ദൂരെയായ അല്ലാഹുവിന്റെ തീരുമാനമാണ്. ദജ്ജാലിന്റെ പുറപ്പാടുമായി ബന്ധപ്പെട്ട് ദജ്ജാലിന്റെ രംഗപ്രവേശനവുമായി ബന്ധപ്പെട്ട് അപ്പൊ നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല എന്ന് കരുതിയിട്ട് അവൻ ഇപ്പോഴില്ല എന്ന ഭിന്നഭിപ്രായമില്ല. ഇബ്നു സയ്യാദാണോ അവൻ? ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ഒരു ചർച്ചയാണ്. ആരാണ് ഇബ്നു സയ്യാദ്?
ജൂതന്മാരിൽപ്പെട്ട ഒരു പെണ്ണ്, ബിൽ മദീന, മദീനയിലുള്ള പെണ്ണ്, വലദത്ത് ഗുലാമൻ മംസൂഹത്തൻ ഐനു, കണ്ണുകളില്ലാത്ത കണ്ണുകൾ, ഇങ്ങനെ ഒരു കണ്ണ് തടയപ്പെട്ട ഒറ്റ കണ്ണേ ഉള്ളൂ, അങ്ങനെയുള്ള ഒരു കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടിയെ പ്രസവിച്ചപ്പോ അവന്റെ ഈ തേറ്റപ്പല്ലുകളൊക്കെ ഇങ്ങനെ പുറത്തു കാണുന്നുണ്ട്. നബിയുടെ അടുക്കൽ വിവരം കിട്ടി, നബിയെ ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. فأشفق رسول الله صلى الله عليه وسلم أن يكون الدجال. ഞാൻ അടുത്തെന്ന് പറഞ്ഞിട്ടാ വിസിലടിക്കുന്നത്. എന്താണ് أن يكون الدجال, ഇവൻ ദജ്ജാലാകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ചു. അങ്ങനെ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഇയാളെ കാണാൻ വേണ്ടി പോയി. കാരണം പേടി മാറ്റണല്ലോ, നബിയുടെ സ്വഭാവത. ജനങ്ങൾക്കിടയിൽ ഒരു ഭയമുണ്ടായാൽ ആ ഭയം മാറ്റുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തിരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം കേട്ടപ്പോ അത് ഇതിൽ കാണാം. ഒരിക്കലും മദീനയിൽ വലിയ ഒരു ശബ്ദം കേട്ടു, വലിയ ഒരു ശബ്ദം. ജനങ്ങളൊക്കെ ആകെ പേടിച്ചു, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ചില ധൈര്യവാന്മാരായ സ്വഹാബികളും മറ്റുമൊക്കെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. പോയപ്പോൾ ആ ശബ്ദം കേട്ട ഭാഗത്ത് നിന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. നബി വിളിച്ചു പറഞ്ഞു, പേടിക്കണ്ട പേടിക്കണ്ട, കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെയൊക്കെ സമാധാനിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസിൽ കാണാം. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അത് റസൂലുള്ളാഹി ഏറ്റെടുക്കുകയാണ്, ഈ കുട്ടിയുടെ കാര്യം എന്താണ്. അങ്ങനെ ഇവർ ചെന്നിട്ട് ആ കുട്ടിയോട് നബി ചോദിച്ചു, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഫഖാല ഹുവ, അപ്പൊ അവൻ തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചു, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് നബിയോട് ഇങ്ങോട്ട്. അപ്പൊ നബി പറഞ്ഞു, ഞാനോ ഇല്ല, ഞാനങ്ങനെ പറയുന്നില്ല. ആമന്തു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലി, ഞാൻ അല്ലാഹുവിനെ കൊണ്ടും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ടും വിശ്വസിച്ച ആളാണ് ഞാൻ. ഞാൻ ഒരിക്കലും നീ നബിയാണെന്ന് അംഗീകരിക്കൂല. എന്നിട്ട് ചോദിച്ചു, മാലാ തറാ, നിനക്ക് എന്താണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്? അപ്പൊ ഇവൻ പറഞ്ഞു, അറാ അർശൻ അലൽ മാ, ഞാനിപ്പോ വെള്ളത്തിന്റെ മുകളിൽ ഒരു സിംഹാസനം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ അഭൗതികമായ കുറെ കാര്യങ്ങൾ അവനിങ്ങനെ സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവനെ നിങ്ങൾ ഒഴിവാക്കൂ. ലുബിസാലൈ, അവനെന്തോ ബുദ്ധിഭ്രമം സംഭവിച്ചതാണ്, അവനെ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളൂ. അവനൊരു വിവാദനായകനാണ്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി. വെട്ടിയപ്പോ ആ വാള് ഉമർ റളിയല്ലാഹുവിന്റെ നെറ്റിയിൽ തന്നെ പതിച്ചിട്ട് മുറിവായി. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ആരാ ഉമർ ഇപ്പൊ നിന്നോട് കൊല്ലാൻ പറഞ്ഞത്? എന്തേ? ഇത് മസീഹുദ് ദജ്ജാലാണ് എങ്കിൽ കൊല്ലണ്ട ആള് നീയല്ലല്ലോ, കൊല്ലണ്ടയാള് ഈസ ഇബ്നു മറിയമല്ലേ. ഇനി മസീഹുദ് ദജ്ജാൽ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ കുഞ്ഞിനെ നീ കൊല്ലുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഏതായാലും ഇവൻ വരും. ജിന്നുകളിൽ നിന്ന് അല്ലാഹു തആല ശൈത്വാനിനെ നമ്മെ പിഴപ്പിക്കാൻ ഏൽപ്പിച്ചതുപോലെ നഊദു ബില്ലാഹ്, മനുഷ്യന്മാരിൽ നിന്ന് നമ്മെ പിഴപ്പിക്കാൻ അല്ലാഹു തആല, നമ്മുടെ ഈമാനിനെ പരീക്ഷിക്കാൻ അല്ലാഹു തആല ഏർപ്പാടാക്കിയ ഒരു ദുശക്തിയാണ് ഇവൻ. അപ്പൊ നമ്മളിപ്പോ ഉറപ്പിച്ചു എന്ത്? നമ്മളുടെ കാലത്ത് ദജ്ജാല് വരികയാണെങ്കിൽ ഒരിക്കലും ഞാൻ അവനെ പിന്തുണക്കൂല. ഇത് വെറും നുണയാണ്. എന്റെ കാര്യം എന്നറിയോ? ഒരു പുതിയ ട്രെൻഡ് വരുമ്പോ ആ ട്രെൻഡിന്റെ പിന്നാലെ നമ്മൾ പോകാൻ തയ്യാറാകുന്നു എന്നത് ദജ്ജാല് വന്നാൽ അവന്റെ പിന്നാലെയല്ല, അവന്റെ മുന്നിൽ നമ്മൾ ഉണ്ടാകും എന്നതിന് തെളിവാണ്. ഇത് ഞാൻ തമാശ പറയില്ല. സിനിമ ഇറങ്ങിയാൽ സിനിമയിൽ ധരിക്കുന്ന കുപ്പായം,
അല്ലേ? നായകൻ ഒരു നടൻ മീശ വെച്ചാൽ അതുപോലെ, അവൻ മുണ്ടനം ചെയ്താൽ പിന്നെ അതുപോലെ, വേറെ ഏതെങ്കിലും കോലത്തിലാണെങ്കിൽ അതുപോലെ. എന്താണോ പുതിയ ഫാഷൻ അതാണ് നമ്മുടെ വസ്ത്രം, അവരാണ് നമ്മുടെ ആരാധ്യർ. ഈ ലോകത്ത് നടക്കുന്ന കാര്യം നോക്കൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. കഴിഞ്ഞ ഈ ലോകകപ്പിലൊക്കെ വലിയ താരമായിട്ട് നടന്നിരുന്ന എന്തോ ഒരു മെസ്സി, എന്ത് മെസ്സിയാണ്? ലേണൽ മെസ്സി അല്ലേ? കുട്ടികളോടാ ചോദിക്കേണ്ടത്. അല്ല, ലേണൽ മെസ്സിയാണോ? അക്ഷരത്തിൽ തെറ്റുണ്ടോ? ഇല്ല, ലേണൽ മെസ്സി. അദ്ദേഹം ഈജിപ്ത് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം രാജ്യമാണ്. അവിടെയുള്ള ഒരു ചാനലിലെ ഒരു പെണ്ണുമായിട്ട്, ചാനൽ അവതാരകയുമായിട്ട് അവരിങ്ങനെ ചർച്ച നടത്തുകയാണ്, സംഭാഷണം, ഇന്റർവ്യൂ നടത്തുമ്പോ ഈ മെസ്സി എന്ത് ചെയ്യുന്നവരെ നിങ്ങൾക്ക് തന്റെ 2 ചെരുപ്പും ഊരിയിട്ട്, നിങ്ങൾ പത്രത്തിൽ വായിച്ചിരുന്നോ? വായിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിക്കേ. പടച്ചോനെ, ഇവിടെ പത്രം വായിച്ചവരുണ്ട്. പത്രം വരലുണ്ട് സംഭവം. അപ്പോ മെസ്സി എന്ത് ചെയ്തിരിക്കുകയാണ്? ശബ്ദമുണ്ടോ? ശബ്ദമില്ല, കുറവില്ലല്ലോ, ഇല്ല. അപ്പോ മെസ്സി എന്ത് ചെയ്തിരിക്കുകയാണ്? മെസ്സിയുടെ 2 ഷൂ എടുത്തിട്ട് ഈ അവതാരകയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. എന്തിനാന്നറിയോ? ഈ ഷൂ പിന്നെ ഇത് ഒരു വലിയ ധനശേഖരണത്തിന് വേണ്ടി ഉപയോഗിക്കണം. മനസ്സിലായില്ല? ഷൂ കൊടുത്തിരിക്കുകയാണ്. ഈജിപ്തിലുള്ള പാവപ്പെട്ട ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ധനശേഖരണത്തിന് വേണ്ടിയിട്ട് ഈ ഷൂ. ഇവൻ ആരാ? നിങ്ങൾ ആലോചിച്ചു, ഒരു മുസ്ലിം രാജ്യത്ത് വന്നിട്ട് ഫുട്ബോൾ താരത്തിന് തന്റെ ഷൂ ഊരി കൊടുക്കാൻ തോന്നണമെങ്കിൽ, എന്നാലോ ചില ആളുകൾ അതിനെതിർത്തു. പത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അത് വലിയ പ്രതിഷേധമായി. അവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ അതിനെതിർത്തു. എന്നാലും അതിനനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ഇദ്ദേഹം ചെയ്തത് ഏറ്റവും വലിയ കാര്യമാണ്. ഇതാ ലോകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഈ പോൺ സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കൊക്കെ അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അതായത് പച്ചയായി വ്യഭിചാരത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും, പച്ചയായ വ്യഭിചാരം, പോൺ സൈറ്റുകൾ. ആ പോൺ സൈറ്റുകളിലൊക്കെ അഭിനയിച്ച ഒരു നടിയുണ്ട്, സണ്ണി ലിയോൺ എന്നാണ് അവരുടെ പേരിന്. വെറുതെ സെർച്ച് ചെയ്തിട്ട് അവളെ കാണാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. വാതിൽ കേട്ടിട്ടായിരിക്കും ചില ആളുകൾ ഇതൊക്കെ നോക്കുക. ഇനി നോക്കണ്ട, നിങ്ങൾ കേട്ടാ മതി. ഈ സണ്ണി ലിയോണിന് വലിയ സ്ഥാനം. സണ്ണി ലിയോൺ ആരാ? പച്ച വ്യഭിചാരം, സിനിമയല്ല, വ്യഭിചാരം, അതിലഭിനയിച്ച പെണ്ണ് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടതിൽ 4ാം സ്ഥാനത്താണെന്നാണ്. 4ാം സ്ഥാനത്ത്, ഈ ലോകാടിസ്ഥാനത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യപ്പെട്ടതിൽ 4ാം സ്ഥാനത്താണ് ഇത്രേ ഈ മഹദി. എന്താ അവസ്ഥ? കുറച്ചു മുമ്പ് ഒരു തിരുവനന്തപുരത്ത് വന്നിരുന്നു. ഇതൊക്കെ പത്രം വായിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു നടൻ, മലയാളത്തിലെ ഒരു നടൻ, അവരുടെ കൂടെ സെൽഫി എടുത്തിട്ട് ഇവരൊക്കെ സ്ത്രീത്വം ഉയർത്തിയവരാണ്, പദവി ഉയർത്തിയവരാണ്, മാന്യയായ സ്ത്രീയാന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് വലിയ കോലാഹലങ്ങൾ. ഇതാ നമ്മുടെയൊക്കെ അവസ്ഥ. ഒരു വേശ്യക്ക് പോലും അംഗീകാരവും സ്ഥാനവും നൽകുന്ന കാലഘട്ടം. ഫുട്ബോൾ താരത്തിന്റെ ഷൂ ധനശേഖരണാർത്ഥം. നമ്മൾക്ക് ഇവിടെ ഇനി 50 ലക്ഷം ഉണ്ടാക്കാൻ എങ്ങനെ വാവൊക്കെ നടത്തിയിട്ട് ജനങ്ങളെയൊക്കെ ഉപദേശിച്ചിട്ട് നിങ്ങളൊക്കെ പൈസ തരണം, ബക്കറ്റിലിടണം, കവറൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇടങ്ങറാകുക. എന്നാലോ ഇവൻ ഷൂ കൊടുത്തു. ഇതാ ലോകത്തിന്റെ അവസ്ഥ. ഇപ്പോ പെരിന്തൽമണ്ണയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രദേശത്തോ ഒരു സാധാരണ അത്ര പ്രസിദ്ധനല്ലാത്ത ഒരു നടി ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വന്നാൽ അവിടെ തെക്കിത്തിരക്കി അവിടെ കാണാൻ ആസ്വദിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ജനങ്ങൾ ആയിക്കോട്ടെ, ജനങ്ങൾ, അതിൽ മുസ്ലിം എല്ലാരും ഉണ്ടാവും. എന്തിന്റെ തെളിവാ? ദജ്ജാൽ ഇങ്ങോട്ട് വന്നാൽ അവനെ കാണാനും കേൾക്കാനും ആസ്വദിക്കാനും നമ്മൾ പിന്നെ സംശയിക്കണ്ട. ഇതാ ലോകത്തിന്റെ അവസ്ഥ. ഒരു പുതിയ ട്രെൻഡ്. നഊദുബില്ല. മുഅ്മിൻ, ഇതൊക്കെ ഞാൻ എന്നെയും നിങ്ങളെ ഉപദേശിക്കുക. ഇതൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ രാത്രിയൊക്കെ ഞാനിടയ്ക്ക് വാള് കഴിഞ്ഞു പോകുമ്പോ ചിലപ്പോ പൂരമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആഭാസമായിരിക്കും.
എന്താണ് നമ്മളുടെ കുട്ടികളും നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ സ്ത്രീകളും രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ ഇങ്ങനെ റോഡുകളിലൂടെ നടന്നു പോകുന്ന കാഴ്ച എത്ര ദയനീയമാണ്. ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ദജ്ജാല് വന്നാൽ, ദജ്ജാലി ലോകത്ത് കടന്നു വന്നാൽ അവനെ പിന്തുണക്കാനും അവനെ പ്രോത്സാഹിപ്പിക്കുവാനും അവന്റെ പിന്നാലെ പോകാനും തലമുറ ഉണ്ടാകും എന്നത് അപകർഷിതമായ കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ചെറിയ കുട്ടികളുടെ തലച്ചോറിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ളത് ഈമാന്, അതുപോലെ തന്നെ സ്പൈഡർമാന്, അതുപോലെയുള്ള ഈ അമാനുഷിക ശക്തികൾ. അത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. ഈ ചിത്രകഥകളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ ബാലരമയെ പോലുള്ള ചിത്രകഥകളൊക്കെ. അപ്പൊ ചിത്രകഥകളൊക്കെ നോക്കുമ്പോ അതിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേതാണ് അമാനുഷികമായ കഴിവുകളാണ്. അത് കുട്ടികളുടെ മനസ്സിൽ നന്നായി ഉണ്ടാവും. പറക്കുന്ന, അതിപ്പോ ഈ സ്പൈഡർമാന്, ഈമാന്, കുട്ടികളുടെ ടീഷർട്ട് പോലും അതിൻ്റെതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ഒന്ന് യാഥാർത്ഥ്യം കാണിക്കുന്ന ഒന്ന് വന്നാൽ ഈമാനുള്ളവർക്കല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാഹ് ഈമാൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറയൂ. അല്ലാഹു ആ ഈമാൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇവൻ അത്ഭുതങ്ങൾ കാണിക്കും. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂൽ പറയാണ്, അവൻ ഒരു അഅറാബിയുടെ അടുക്കലേക്ക് വരും. എന്നിട്ട് അവൻ അഅറാബിയോട് ചോദിക്കും, നിന്റെ മരിച്ചുപോയ ചത്തുപോയ ഒട്ടകത്തെ ഞാൻ നിനക്ക് ജീവിപ്പിച്ചു തന്നാലോ? നിന്റെ നഷ്ടപ്പെട്ടു പോയ പണം നിനക്ക് ഞാൻ വീണ്ടെടുത്തു തന്നാലോ? നിന്റെ കച്ചവടത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയത് നിനക്ക് ഞാൻ തിരിച്ചു തന്നാലോ? അപ്പോൾ ഈ അഅറാബി പറയും, അതെ. അങ്ങനെ ഇവന്റെ ചത്തുപോയ ഒട്ടകത്തെ, അവന്റെ ധനത്തെ ഈ അഅറാബിക്ക് വീണ്ടെടുത്തു കൊടുക്കും. പിശാചവനെ സഹായിക്കും. അങ്ങനെ ഈ മനുഷ്യരെല്ലാം കാണുമ്പോ ഇവൻ ജനങ്ങൾക്കിടയിൽ വെച്ച് അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അതെ, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ് എന്നവരൊക്കെ അംഗീകരിക്കും. ഇവൻ തന്നെയാണ് റബ്ബ്. ഈ ആൾ ദൈവങ്ങളുടെ പിന്നാലെ എല്ലാരും പോണത് എന്താ? ആൾ ദൈവങ്ങളെ കുറിച്ച് എല്ലാരും പറയണത് എന്താ? എന്തതിന്റെയൊക്കെ അർത്ഥം? മുഅ്മിനെ, നമ്മളൊക്കെ ഈ സമസ്തയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും നമ്മുടെ ചുറ്റുഭാഗത്തും ഈ ഉലമാഉം ആലിമീങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് അൽഹംദുലില്ലാ. നിങ്ങൾ കേരളത്തിന്റെ പുറത്തുനിന്ന് പോയി നോക്കൂ. അവിടെ ഈമാനല്ലാത്തത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും പലയിടങ്ങളിലും ഇല്ല. എല്ലായിടത്തും എന്നല്ല, പലയിടങ്ങളിലും ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിന്റെ പുറത്തുള്ള ഒരു ഗ്രാമത്തില് അമ്പലത്തിൽ പോകുന്ന സ്ത്രീകള്, പൊട്ടുതൊടുന്ന സ്ത്രീകള്, പുരുഷന്മാര്, അവിടെ അങ്ങനെ പോയപ്പോ വലിയ ഒരാൽത്തറ, ആ ആൽത്തറയിലുള്ള വലിയ ഒരാലുണ്ട്. ആ ആലിന്റെ മുകളിൽ ഒരുപാട് കൊടികള്, ബിംബങ്ങള്, പലതും. അപ്പൊ ചിലത് ക്ഷേത്രത്തിൽ നിന്ന് കൊടുന്നതായിരിക്കും, ചിലത് ദർഗന്ന് കൊടുന്നതായിരിക്കും. അവർക്ക് യാതൊരു വ്യത്യാസമില്ല. ഇങ്ങനെയുള്ള ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഇബ്ലീസി ദജ്ജാല് വന്ന് ചോദിച്ചാൽ ഇത് നബി ഇങ്ങനെ വിശദീകരിക്കുകയാണ്. മാപ്പ മരിച്ചുപോയ, മക്കൾ മരിച്ചുപോയ ആളുകളുടെ അടുക്കൽ ദജ്ജാല് വന്നുകൊണ്ട് ഞാൻ ആ മരിച്ചവരെ ജീവിപ്പിച്ചു തന്നാലോ എന്ന് ചോദിക്കും. ജീവിപ്പിച്ചു തന്നാലോ? അതേ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുമെന്ന് പറയുമ്പോ ആ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് എന്താ മരിച്ചുപോയ ഇവരുടെ പിതാവിനെയും ഇവരുടെ സഹോദരനെയും ജീവിപ്പിച്ചു കൊടുക്കും. ഇത് കേട്ടപ്പോ സ്വഹാബികളൊക്കെ ആകെ പേടിച്ചു. അല്ലാഹുവേ, ഞങ്ങളൊക്കെ എന്താണ് ചെയ്യുക? സ്വഹാബികളാകെ ഭയന്നുപോയി, ആകെ പേടിച്ചുപോയി. റസൂലുള്ള പുറത്തു പോയി തിരിച്ചു വരുമ്പോ പേടിച്ചുകൊണ്ട് സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ദജ്ജാൽ വന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യുക നബിയേ? ദജ്ജാല് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും യാ റസൂലല്ലാഹ്? അവിടുന്ന് പറയുകയാണ്, ദജ്ജാൽ വരുമ്പോ ഞാൻ അവിടെ ഉണ്ട് എങ്കിൽ അന ഹജീജ്, ഞാനായിരിക്കും ദജ്ജാലിനെ പ്രതിരോധിക്കുന്നയാൾ. അവനെ തടയാൻ ഞാനുണ്ടാവും. എന്നിട്ടോ അല്ലാത്തവർ ഓരോരുത്തരും അവന്റെ ഈമാനിനെ സൂക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം,
ഏതെങ്കിലും ആള് ഇതേപോലെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് കേട്ടാൽ വേഗം അവന്റെ അടുക്കൽ അങ്ങോട്ട് പോയിട്ട് ഇതെന്നെ ദൈവം എന്ന് വിശ്വസിക്കലല്ല. ചെപ്പടി വിദ്യ കാണിക്കുന്ന കുറെ ആളുകൾ നമുക്കിടയിലുണ്ടാവും. എന്നിട്ടത് തന്നെ മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. നവ്വാസ് ബിൻ സംആൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞു. ആ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന്റെ തൊട്ടു മുൻപുള്ള റമളാനിൽ അതികഠിനമായ ഒരു ഘോരമായ ഒരു ശബ്ദം ആകാശ ലോകത്ത് നിന്ന് പുറപ്പെടും. ഒരു റമളാനായിരിക്കും അത്. അങ്ങനെ ആകാശ ലോകത്ത് നിന്ന് ഈ ശബ്ദം പുറപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെയാകെ പേടിക്കും. 70,000 ആളുകൾ തൽക്ഷണം മരിച്ചുപോകും. 70,000 ആളുകൾ തൽക്ഷണം ബോധരഹിതരായി വീണുപോകും. തുടങ്ങിയ കാര്യങ്ങൾ റസൂലുള്ള ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഇങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി അഥവാ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാണെന്ന് രക്ഷപ്പെടുക നബിയേ, എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക യാ റസൂലല്ലാഹ്? അവിടുന്ന് മറുപടി പറയുകയാണ്, മൻ ലസിമ ബൈത. അങ്ങനെ കേട്ടാൽ ഒരാൾ തന്റെ വീട്ടിൽ തന്നെ ഉറച്ചിരുന്നാൽ, അല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എവിടെയാ അപകടം, അല്ലെങ്കിൽ എന്താ അവിടെ സംഭവിച്ചത്, അങ്ങനല്ല. മൻ ലസിമ ബൈത വതഅവദ ബിസ്സുജൂദിൽ കിടന്ന് അല്ലാഹുവിനോട് കാവൽ തേടുകയും ചെയ്താൽ വജഹറ ബിത്തക്ബീർ, തക്ബീർ ഉറക്കെ ചൊല്ലിയാൽ അല്ലാഹു അവൻ രക്ഷപ്പെടുത്തുന്നതാണ്. അല്ലാതെ അന്ന് ഇതിന്റെ രസം ഞാനൊന്ന് കാണട്ടെ. മനുഷ്യന്മാരായ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ഒരു അപകടം പറ്റിയെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ വേഗം അവിടെ പോയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ വിടുക. എന്താ നമ്മുടെ സ്വഭാവം? പടച്ചോനെ ആലോചിക്കല്ല, മരിച്ചോടുത്ത് പോലും അങ്ങനെയാണ്. ഇത് റസൂലുള്ള പറയാണ്, അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ സുജൂദിൽ കിടന്നിട്ട് അള്ളാഹിനോട് കാവല് തേടിക്കണം, അള്ളാഹുവിനെ ഉറക്കെ തക്ബീർ ചൊല്ലണം. നവ്വാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു പറയാൻ, മണി 11 എത്ര മണിക്ക് നമ്മൾ വാഴ തുടങ്ങിയത്? 9:45 ഞാൻ തുടങ്ങിയത്. യാ അല്ലാഹ്, 9:45. 1.25 മണിക്കൂറായി. കുറെ ഇരുന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എല്ലാവർക്കും അതൊരു സന്തോഷമാവും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഉറക്കെ സ്വലാത്തുല്ലാഹ് ഒന്നുകൂടെ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഹബീബില്ലാഹ്. ഉറക്കം വരാത്തവരും ശ്രദ്ധ പൂർണ്ണമായിട്ടുള്ളവർ മാത്രം ഇരുന്നാൽ മതി. അവര് മാത്രം ഇരിക്കും. 2 എണ്ണാണ്. ഒന്ന് പൂർണ്ണമായും ശ്രദ്ധിക്കണവര്, 2 ഉറക്കം വരാത്തവർ. കുറച്ച് ഉറക്കം വരുന്ന ആൾക്കാരുണ്ടല്ലേ, അവരവിടെ നിന്നോട്ടെ. ആരുമില്ലേ? യാ അല്ലാഹ്, അല്ലാഹു തആല ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പം ഇവിടുത്തെ പ്രവർത്തകന്മാരും ഇവിടുത്തെ ആളുകളൊക്കെ ഉഷാറാണല്ലോ. ഒരാൾക്കും ഉറക്കം വരുന്നില്ല, ഒരാളും അശ്രദ്ധയുള്ളവരുമില്ല. അല്ലാഹു എല്ലാവർക്കും നാഫിയായ ഇൽമിനെ തരുമാറാവട്ടെ. നവ്വാസ് ബിൻ സംആൻ എന്ന സ്വഹാബി പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഫയഅതി അലൽ ഖൗമി, ദജ്ജാൽ ഒരു സമൂഹത്തിന്റെ അടുക്കലേക്ക് വരും. ഫയദ്ഉഹും, എന്നിട്ട് അവനിലേക്ക് അവരെയൊക്കെ വിളിക്കും. അങ്ങനെ വിളിച്ചാൽ ഫയുമിനൂന ബിഹി, അവരൊക്കെ ദജ്ജാലിനെ കൊണ്ട് വിശ്വസിക്കും. അവൻ ആകാശത്തോട് മഴ പെയ്യാൻ കൽപ്പിക്കും. ആകാശം മഴ വർഷിക്കും.
അവൻ ഭൂമിയോട് മുളക്കാൻ വേണ്ടി കൽപ്പിക്കും. അപ്പൊ ആ ഭൂമിയിൽ ധാരാളം സസ്യങ്ങളും വൃക്ഷങ്ങളും മുളക്കും. അങ്ങനെ ജനങ്ങൾ മുഴുവൻ അവന്റെ വാക്കിൽ അത്ഭുത പരതന്ത്രരായി മാറും. അവനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവൻ സ്വർഗം നൽകും. അവൻ വിശ്വസിക്കാത്ത ആളുകളെ അവൻ തന്റെ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. ഒരു നാട്ടിലൂടെ അവൻ നടക്കുമ്പോൾ ഹദീസിൽ കാണാം, വരൾച്ച നിറഞ്ഞ ഒരു നാട്ടിലൂടെ അവൻ നടക്കുമ്പോൾ കനികളും കായ്ക്കനികളും അവന്റെ പിന്നാലെ വരും. തേനീച്ചകൾ റാണിയെ പിന്തുടരുന്നത് പോലെ എല്ലാ സമ്പത്തും അവന്റെ പിന്നാലെ പിന്തുടരും എന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവനെ കാണാനും ഇവനോട് സംസാരിക്കാനും ഇവന്റെ കാര്യങ്ങൾ വീക്ഷിച്ച് അവനെ എല്ലാം അറിയാനും ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ചിന്തിക്കണം, നമ്മൾ നിസ്കാരം ഒഴിവാക്കുന്ന ചെറുപ്പക്കാര്, ദീനുമായിട്ട് ബന്ധമില്ലാത്ത തലമുറ നമ്മളുടെ മക്കളാവരുത്. അങ്ങനെ ആയാൽ ഇവൻ വരാനായിരിക്കും അവരൊക്കെ കാത്തിരിക്കുക. അങ്ങനെയാണല്ലോ ദുൽമിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ. മുഅ്മിനെ, നമ്മൾ ഈ മജ്ലിസിൽ വെച്ച് പറയുന്നത് നമ്മളുടെ മക്കൾ നന്നാവാനാണ്, നമ്മൾ നന്നാവാനാണ്. നമ്മൾ ഖുർആൻ ഓതുന്നവരും സ്വലാത്ത് ചൊല്ലുന്നവരും നിസ്കരിക്കുന്നവരും ഇബാദത്ത് ചെയ്യുന്നവരും ദീനുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരും ആവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.